ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം മൃഗശാലയെ പറ്റിയാണ് വിവരിക്കുന്നത്. തിരുവനന്തപുരം മൃഗശാല കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ്. ഇത് 1857 സ്ഥാപിതമായി. പക്ഷിമൃഗാദികളെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിച്ചിരിക്കുന്നു. അതിനാൽ അവയുടെ ജീവിത രീതികളെപ്പറ്റി മനസ്സിലാക്കാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ നഗരഹൃദയത്തിൽ കാടിന് സമാനമായി കാടിൻ്റെ വന്യതയിൽ കാനനത്തിൻ്റെ പച്ചപ്പിൽ 50 ഏക്കർ വിസ്തൃതിയിൽ ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ വംശജരും വിദേശീയരുമായി ഏകദേശം 100ഓളം ജീവജാതികൾക്ക് സങ്കേതം. സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, ബംഗാൾ കുരങ്ങ്, മുതല, പലതരം പക്ഷികൾ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ, അങ്ങനെ നിരവധി സവിശേഷതകളുമായി തിരുവനന്തപുരം മൃഗശാല. ഇത് മക്കാവുവിൻ്റെ സെക്ഷൻ. എക്സോട്ടിക് ബേർഡ്സ് ധാരാളമുണ്ട്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ബേർഡ്സിനെ നമുക്ക് കാണാം. ഇത് വാട്ടർ ബേർഡ്സിൻ്റെ സെക്ഷൻ. ധാരാളം തരത്തിലുള്ള കൊക്കുകൾ, നിരവധി വിഭാഗത്തിൽപ്പെട്ട വലിപ്പവും ആകൃതിയും കളറും കൊണ്ട് വ്യത്യസ്തരായ നിരവധി കൊക്ക് വിഭാഗത്തിലുള്ളവരെ നമുക്ക് ഈ ആവാസ വ്യവസ്ഥയിൽ കാണാൻ കഴിയും. സ്വയം കൂടുകൂട്ടി സ്വന്തമായ ആവാസ വ്യവസ്ഥയിൽ ആഹാരം സമ്പാദിച്ച് ജീവിക്കാൻ വേണ്ട സാഹചര്യം കൃത്രിമമായി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന മൃഗശാലയിലെ വാട്ടർ ബേർഡ് സെക്ഷൻ. ഇത് നീർനായയുടെ സെക്ഷൻ. 4-5 എണ്ണം വെള്ളത്തിൽ ഓടി കളിക്കുന്നത് കാണാം. അടുത്തത് നക്ഷത്രാമയുടെ സെക്ഷനാണ്. നക്ഷത്രാമ വിലപിടിപ്പുള്ളതാണ്. ഇത് പെസൻസിൻ്റെ സെക്ഷൻ. ഇത് എക്സോട്ടിക് പക്ഷികളുടെയും മൃഗങ്ങളുടെയും സെക്ഷനാണ്. ശരിക്കും നമ്മളൊരു കാടിനകത്ത് കയറിയതുപോലെ ചുറ്റി നടന്ന് നമുക്ക് പച്ചപ്പിനകത്ത് നടന്ന് വന്യതയിൽ തന്നെ ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. ഇത് കരടികളുടെ സെക്ഷൻ. അത് കഴിഞ്ഞാൽ യമു, അതിൻ്റെ മജസ്റ്റിക് ലുക്കിൽ യമു. പിന്നെ ഹിപ്പോ, 5ഓളം ഹിപ്പോയെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് മാനുകളുടെ സെക്ഷനാണ്. വിവിധതരം മാനുകൾ, പല തരത്തിലും നിറത്തിലും ഭംഗിയിലും ആകൃതിയിലും ഉള്ളവ. അവയുടെ ജീവിത രീതികളും ആഹാര രീതികളും എല്ലാത്തിൻ്റെതും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും സവിശേഷതകളും എല്ലാം തന്നെ ഡിസ്പ്ലേയിലുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും അറിവ് സമ്പാദിക്കാനും വളരെ ഉപകാരപ്രദം. മാനുകളും കൃഷ്ണമൃഗങ്ങളും ധാരാളമുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായതിനാൽ എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഇത് പുള്ളിപ്പുലിയുടെ സെക്ഷൻ. മാംസഭോജികളുടെ സെക്ഷനിൽ പുള്ളിപ്പുലികൾ ഉറക്കത്തിലാണ്, സിംഹം ഉറക്കത്തിലാണ്. തിരിച്ചു വരുമ്പോൾ പുള്ളിപ്പുലികൾ ഒന്ന് മറ്റൊന്നിനെ ഉണർത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ്. വളരെ അത്ഭുതകരമായ കാഴ്ച. തൊട്ടടുത്ത് നിന്ന് പുള്ളിപ്പുലിയുടെ നേർക്കാഴ്ച. ഇത് തിരുവനന്തപുരം മൃഗശാലയിലെ അപൂർവമായ വെള്ളക്കടുവ. വളരെയേറെ അതിശയകരമായി വെള്ളക്കടുവയെ ഞങ്ങൾ നോക്കി നിന്നു. ധാരാളം സഞ്ചാരികളുണ്ടായിരുന്നു വെള്ളക്കടുവയെ കാണാൻ. വെള്ളത്തിൽ കളിക്കുന്ന വെള്ളക്കടുവ.
പിന്നെ മുള്ളൻ പന്നി സെക്ഷൻ, ധാരാളം മുള്ളൻ പന്നികളുണ്ട്, കുടുംബസമേതമാണ്, കുഞ്ഞുകുട്ടി എല്ലാം ഉണ്ട്. ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ. ശരിക്കും വനമധ്യത്തിൽ തന്നെയുള്ള വനത്തിലെ ബട്ടർഫ്ലൈ ഗാർഡൻ. ഒട്ടകപ്പക്ഷി അതിൻ്റെ മജസ്റ്റിക് ലുക്കിൽ, മയിലാട്ടം കണ്ട് മനസ്സ് നിറയെ മയിൽപീലി വിടർത്തി നിന്ന് മയിലാടി രസിക്കുന്ന കാഴ്ച വളരെ അത്ഭുതത്തോടെ അടുത്ത് ഞങ്ങൾ കണ്ടു. അങ്ങനെ എക്സോട്ടിക് ബേർഡ്സും അനിമൽസും അലങ്കാരമായി ബട്ടർഫ്ലൈ ഗാർഡൻ, മയിൽ, ഉരകങ്ങൾ, അക്വേറിയം എന്നിവ കൊണ്ട് സമ്പുഷ്ടമായ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ നമുക്ക് കാണാം. വിസിറ്റേഴ്സിന് കൺകുളിർക്കെ കാണാനും അറിയാനും വിദ്യാർത്ഥികൾക്കും വിനോദത്തിനും ഒരുപോലെ സാഹചര്യം. ആർട്ട് ഗാലറി, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ഉരകങ്ങളുടെ പ്രത്യേക സെക്ഷൻ എന്നിവ വെവ്വേറെ ഒരുക്കിയിരിക്കുന്നു. ഒരു ദിവസം തിരുവനന്തപുരം മൃഗശാലയിൽ ചുറ്റി നടന്ന് നമുക്ക് കാണാനും ആസ്വദിക്കാനും കുടുംബസമേതം കുട്ടികളെയും കൂട്ടി അറിവ് പകരാനും അതിലേറെ അതിശയകരമായ കാഴ്ചകൾ കാണാനും പ്രകൃതിയിലെ വമ്പൻ മരങ്ങളും വമ്പൻ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന തിരുവനന്തപുരം മൃഗശാല ഏവരെയും സ്വാഗതം ചെയ്യുന്നു.